ഹലോ സർ, ഞാൻ ഇവിടെ വന്നത് ടഫി ആപ്പിൽ നിന്നാണ്. സ്റ്റാഫ് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഇന്ന് നമ്മൾ പഠിക്കും. ഞങ്ങളുടെ സ്റ്റാഫിന് എങ്ങനെ ചില അനുമതി നൽകാം. ഓഫ്ലൈൻ ആപ്ലിക്കേഷനിൽ സ്റ്റാഫിന് അനുമതി നൽകുന്നതിന് ഇത് ലഭ്യമല്ല, അതിനാൽ ആ ഭാഗം ഒഴിവാക്കുക. ആപ്ലിക്കേഷനിൽ സ്റ്റാഫ് സൃഷ്ടിക്കാം. സ്റ്റാഫ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് 4 ഓപ്ഷനുകൾ നൽകും. ആ ലിസ്റ്റിൽ നിന്ന് ആദ്യ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആപ്ലിക്കേഷൻ സ്റ്റാഫ് വിശദാംശവും തുറക്കും. ആദ്യം സ്റ്റാഫ് ഫോട്ടോ തിരഞ്ഞെടുക്കുക. ഇത് നിർബന്ധമല്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു ചിത്രം സജ്ജമാക്കാൻ കഴിയും. സ്റ്റാഫ് ഇമേജ് തിരഞ്ഞെടുത്ത ശേഷം സ്റ്റാഫിന്റെ പേര് സജ്ജമാക്കുക. തുടർന്ന് സ്റ്റാഫ് ചേരുന്ന തീയതി തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് കലണ്ടറിൽ നിന്ന് തീയതി തിരഞ്ഞെടുക്കാനാകും. അതിനുശേഷം സ്റ്റാഫ് ലിംഗഭേദം തിരഞ്ഞെടുക്കുക. ഇതിനുശേഷം സ്റ്റാഫ് ലോഗിൻ കീ സജ്ജമാക്കുക. സ്റ്റാഫ് ലോഗിൻ കീ സജ്ജീകരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ സ്റ്റാഫ് ലോഗിൻ കീയും അദ്വിതീയമായിരിക്കണം. അതിനുശേഷം സെറ്റ് സ്റ്റാഫ് വാട്ട്സ്ആപ്പ് നമ്പർ, മൊബൈൽ നമ്പർ, വിലാസം എന്നിവ സജ്ജമാക്കുക. നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉള്ളൂവെങ്കിൽ അത് 2 ഫീൽഡുകളിലും സംരക്ഷിക്കുക. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് വിശദാംശങ്ങളിലേക്ക് വരിക. അധ്യാപക സ്ഥാനം സജ്ജമാക്കുക. അടുത്തത് അധ്യാപക യോഗ്യയാണ്. അടുത്തത് ശമ്പള തരമാണ്. നിങ്ങളുടെ നിയമങ്ങളായി തിരഞ്ഞെടുക്കുക. പ്രതിമാസ, ദൈനംദിന, മണിക്കൂർ അടിസ്ഥാനത്തിൽ ലഭ്യമാണ്. അടുത്തത് അധ്യാപകരുടെ ശമ്പള തുകയാണ്. ഇപ്പോൾ സ്റ്റാഫിന് ചില അനുമതികൾ നൽകാം. ആദ്യത്തേത് വിദ്യാർത്ഥികളുടെ അനുമതിയാണ്. പുതിയ വിദ്യാർത്ഥിയെ ചേർക്കാനും വിദ്യാർത്ഥി പ്രൊഫൈൽ കാണാനും വിദ്യാർത്ഥി പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനും വിദ്യാർത്ഥിയെ ഇല്ലാതാക്കാനും ഈ അനുമതി അധ്യാപകനെ അനുവദിക്കും. രണ്ടാമത്തേത് വിദ്യാർത്ഥികളുടെ ഹാജർ അനുമതിയാണ്. വിദ്യാർത്ഥി ഹാജർ അടയാളപ്പെടുത്താൻ അധ്യാപകനെ ഈ അനുമതി അനുവദിക്കും. മൂന്നാമത്തേത് ബാച്ച് പ്രവർത്തന അനുമതിയാണ്. ഈ അനുമതി ടീച്ചറെ പുതിയ ബാച്ച് ചേർക്കാനും ബാച്ച് എഡിറ്റ് ചെയ്യാനും ഷിഫ്റ്റ് ബാച്ച് ചേർക്കാനും ബാച്ച് ഇല്ലാതാക്കാനും അനുവദിക്കും. അടുത്തത് ഫീസ് ആക്സസ് അനുമതിയാണ്. പുതിയ അനുമതി ചേർക്കാനും ഫീസ് എഡിറ്റ് ചെയ്യാനും പണമടച്ചുള്ള നിരക്ക് കാണാനും ഫീസ് ഇല്ലാതാക്കാനും ഈ അനുമതി അധ്യാപകനെ അനുവദിക്കും. അടുത്തത് പരീക്ഷാ പ്രവേശന അനുമതിയാണ്. ഈ അനുമതി അധ്യാപകനെ പരീക്ഷ ചേർക്കാനും എഡിറ്റ് ചെയ്യാനും ഇല്ലാതാക്കാനും അനുവദിക്കും. അടുത്തത് സ്റ്റാഫ് ആക്സസ് അനുമതിയാണ്. ഈ അനുമതി ടീച്ചറെ പുതിയ ടീച്ചറെ ചേർക്കാനും ടീച്ചർ എഡിറ്റ് ചെയ്യാനും ടീച്ചറെ ഇല്ലാതാക്കാനും അനുവദിക്കും. അടുത്തത് അധ്യാപക ഹാജർ അനുമതിയാണ്. ഈ അനുമതി ടീച്ചറുടെ ഹാജർ അടയാളപ്പെടുത്താൻ അധ്യാപകനെ അനുവദിക്കും. അടുത്തത് ശമ്പള അനുമതിയാണ്. ഈ അനുമതി അധ്യാപകന് ശമ്പളം ചേർക്കാനും ശമ്പളം എഡിറ്റ് ചെയ്യാനും ശമ്പളം ഇല്ലാതാക്കാനും അനുവദിക്കും. അടുത്തത് അന്വേഷണ അനുമതിയാണ്. അന്വേഷണം ചേർക്കാനും അന്വേഷണം എഡിറ്റ് ചെയ്യാനും അന്വേഷണം ഇല്ലാതാക്കാനും ഈ അനുമതി അധ്യാപകനെ അനുവദിക്കും. അടുത്തത് ചെലവ് അനുമതിയാണ്. ഈ അനുമതി അധ്യാപകന് ചെലവ് ചേർക്കാനും ചെലവ് എഡിറ്റ് ചെയ്യാനും ചെലവ് ഇല്ലാതാക്കാനും അനുവദിക്കും. അടുത്തത് സാമ്പത്തിക റിപ്പോർട്ട് അനുമതിയാണ്. ഈ അനുമതി അധ്യാപകന് ലാഭനഷ്ട പ്രസ്താവന, മൊത്തം ഫീസ് ശേഖരണ റിപ്പോർട്ട് എന്നിവ പരിശോധിക്കാൻ അനുവദിക്കുന്നു. എല്ലാ അനുമതിയും സജ്ജീകരിച്ച ശേഷം സംരക്ഷിക്കുക ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൊള്ളാം, ഞങ്ങൾ ആപ്ലിക്കേഷനിൽ വിജയകരമായി സ്റ്റാഫ് സൃഷ്ടിച്ചു. ടീച്ചർ പ്രൊഫൈൽ എങ്ങനെ കാണുന്നുവെന്ന് ഇപ്പോൾ പരിശോധിക്കാം. സ്റ്റാഫിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പട്ടികയിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്റ്റാഫ് ലിസ്റ്റ് കാണിക്കും. ഏതെങ്കിലും സ്റ്റാഫ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്ത സ്റ്റാഫ് ഡാറ്റ വിശദമായി കാണിക്കും. സ്റ്റാഫ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അധ്യാപകന്റെ അടിസ്ഥാന വിവരങ്ങളും ശമ്പളവും ആപ്ലിക്കേഷൻ കാണിക്കും. ഹാജർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അധ്യാപക ഹാജർ സംഗ്രഹം പരിശോധിക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് പ്രതിമാസ അടിസ്ഥാനത്തിൽ അധ്യാപക ഹാജർ സംഗ്രഹം പരിശോധിക്കാൻ കഴിയും. എല്ലാ മാസത്തെയും ഹാജർ റിപ്പോർട്ടുകൾ കാണുക. ശരി, ഇപ്പോൾ സ്റ്റാഫ് അനുമതികൾ പരിശോധിക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ എല്ലാ അനുമതി നിലയും കാണിക്കും. ശമ്പള പേജിൽ ആപ്ലിക്കേഷൻ ഈ സ്റ്റാഫിന്റെ പണമടച്ചുള്ള ശമ്പളം കാണിക്കും. മികച്ച ഐക്കണുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റാഫ് എഡിറ്റ് ചെയ്യാനോ ഇല്ലാതാക്കാനോ കഴിയും. വിദ്യാർത്ഥി പ്രൊഫൈലിന് സമാനമാണ്. അതിനാൽ ഇതെല്ലാം ഒരു അധ്യാപകനെ എങ്ങനെ സൃഷ്ടിക്കാമെന്നും ആപ്ലിക്കേഷനിലെ അധ്യാപക പ്രൊഫൈൽ എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ചുമാണ്. ഇവിടെ ഞങ്ങൾ ട്യൂഫ് ആപ്ലിക്കേഷനിലെ ടീച്ചർ ട്യൂട്ടോറിയൽ പൂർത്തിയാക്കി. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഗുഡ് ഡേ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴെല്ലാം